എല്ലാവർക്കും നമസ്കാരം. ശശികല ടീച്ചറുടെ വിഖ്യാതമായ ഒരു പ്രസംഗം കൂടെ കേൾക്കാനിടയായി. ശശികല ടീച്ചർ വിദ്വേഷപരമായി പ്രസംഗിക്കുന്നതിനോട് ഞാൻ എതിരാണെങ്കിലും ഈ പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് വളരെ യോജിപ്പുണ്ട് കേട്ടോ. വിയോജിപ്പുള്ള കാര്യവും ഉണ്ട്, എന്നാലും ആ പറഞ്ഞ കാര്യം ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. അപ്പൊ എന്നെ കണ്ടുപിടിച്ച എന്റെ കല്യാണമാണ് എത്രാം തീയതി നീ വരണട്ടോ എന്നിട്ട് കാർഡ് അങ്ങോട്ട് കൊടുത്തുത്രേ. കാർഡ് കൊടുത്തപ്പോ അവളുടെ വാനിറ്റി ബാഗിൽ ഒരു കാർഡ് എടുത്തിട്ട് ഇവന് ഇങ്ങോട്ട് കൊടുത്തു. എന്റെ മകളുടെ കല്യാണമാണ് എന്റെ വീട്ടിൽ വരണട്ടോ. ഒരു തലമുറയാണ് നഷ്ടപ്പെടുന്നത്. ഇവിടെ നമ്മുടെ കുട്ടികൾ കല്യാണം കഴിക്കാൻ ആലോചിക്കുമ്പോഴേക്കും അവിടെ മക്കളുടെ കല്യാണമായി. അപ്പൊ നമുക്ക് മിസ് ചെയ്യുന്നത് കുട്ടികളുടെ എണ്ണമല്ല, തലമുറകളാണ്. വിശ്വാമിത്ര മഹർഷി യാഗരക്ഷക്കായി രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോയി യാഗരക്ഷ കഴിഞ്ഞപ്പോ കൊണ്ടുപോകുന്നത് കണ്ടോ തലമുറ. പിന്നെ ഒരു കാര്യം കൂടി ടീച്ചർ പറയുന്നുണ്ട്, അതിന് ഇച്ചിരി ഓട്ടിച്ചിട്ട് കേൾപ്പിച്ചു. പെണ്ണ് കെട്ടാണ്ടല്ല, പെണ്ണ് കിട്ടാണ്ടയാണ്. അതെന്ത് ചെയ്ത് പെണ്ണുങ്ങളൊക്കെ അവിടെ പോയി? സുനാമി വന്നപ്പോ പോയോ? ആണുങ്ങളെ മാത്രം എടുത്തിട്ട് ഇല്ലല്ലോ. ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക. സാമൂഹിക സമരസത എന്നത് ഈ ഏകതാ സമ്മേളനത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ലക്ഷ്യമാണെങ്കിൽ വളരെ ബോധപൂർവമായ പ്രവൃത്തി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ജാതിക്കതീതമായ വിവാഹങ്ങൾ നടന്നിരിക്കണം. തൊട്ടുകൂടായ്മ പോയി, തീണ്ടിക്കൂടായ്മ പോയി, ദൃഷ്ടിയിൽപ്പെട്ടാൽ കുറ്റമുള്ളത് പോയി, തമ്മിൽ ഉണ്ണാത്തവർ പോയി, കെട്ടില്ലാത്തവർ മാത്രം അവിടെ നിൽക്കുക. അതിന് ശ്രീനാരായണ ഗുരുദേവൻ വരണോ? അതിന് ചട്ടമ്പിസ്വാമി വരണോ? മണ്ണത്തോപ്രാഹം വരണോ? ആശങ്കർ വരണോ? അയ്യങ്കാളി വരണോ? നമ്മളവിടെ. അതുകൊണ്ട് ഗൗരവമായി ചിന്തിക്കുക. ഈ പഞ്ചായത്തിൽ നമ്മൾ നേരിടുന്ന ഒരു വലിയ വിഷയമാണ് എന്നതുകൊണ്ട് ജാതിക്ക് അതീതമായി, ഒന്നുകൂടി കടത്തി പറയട്ടെ, ജാതകത്തിനും അതീതമായി വിവാഹങ്ങൾ നടത്താനുള്ള ത്രാണി നമുക്കുണ്ടാകണം. പിന്നെ എന്ത് ധീരതയെ നമുക്കുണ്ടെന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇതൊക്കെ തെറ്റിന്ന് വിചാരിക്കുക. ജാതകം എനിക്ക് തെറ്റാണോ ശരിയാണെന്ന് എനിക്കറിയില്ല. എനിക്കറിയാത്തപ്പോൾ ഞാൻ തെറ്റാന്ന് പറയുന്നത് ശരിയാകാം. ഇനിയിപ്പോ അത് ശരിയായില്ല എന്നുള്ളത് മാക്സിമം എന്താ വരിക? ഒന്നെങ്കിൽ ഡൈവോഴ്സ് നടക്കും, അല്ലെ? അതിപ്പോ നടക്കണില്ലേ? അതിന് മരണം കെട്ടിക്കാൻ തീരുമാനിച്ച് വെഡിങ് കാർഡൊക്കെ അടിച്ച്. അപ്പോ ടീച്ചറിന് രണ്ട് സങ്കടങ്ങളാണുള്ളത്. അതായത് ഒരു പയ്യൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് വെഡിങ് കാർഡൊക്കെ അടിച്ച് പോകുന്ന വഴി ഒരു മുസ്ലിം പെൺകുട്ടിയെ കണ്ടു. ആ പയ്യന്റെ കൂടെ പഠിച്ചതാണ്. അപ്പോഴും പറഞ്ഞു എന്റെ കല്യാണമാണ്, നീ വരണമെന്ന് പറഞ്ഞ് കാർഡ് എടുത്തങ്ങോട്ട് കൊടുത്തപ്പോൾ ഈ മുസ്ലിം പെൺകുട്ടി ബാഗിൽ നിന്ന് വേറൊരു കാർഡ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു എന്റെ മകളുടെ വിവാഹമാണ് വരണം എന്ന്. അപ്പൊ അവിടെ ഹിന്ദു സമുദായത്തിന് നഷ്ടപ്പെടുന്നത് ഒരു തലമുറയാണെന്നാണ് ടീച്ചർ പറയുന്നത്. അതിനകത്ത് ചെറിയൊരു വാസ്തവം ഇല്ലാതില്ല കേട്ടോ. അതിനുശേഷം ടീച്ചർ പറഞ്ഞു വന്ന ജാതിക്കതീതമായി കല്യാണങ്ങൾ നടത്തണമെന്നും ജാതകത്തിന് അതീതമായി കല്യാണം നടത്തണമെന്നും പറഞ്ഞു. എന്റെ പൊന്ന് ശശികല ടീച്ചറെ 100% അതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഇപ്പോഴും നിലവിലുള്ള എന്റെ 1-2 സുഹൃത്തുക്കൾക്ക് ജാതകപ്പൊരുത്തം ഇല്ലാത്തത് കാരണം കല്യാണം നടന്നിട്ടില്ല. എന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ എന്റെ കൂടെ പഠിച്ച അവരുടെ പ്രായം 37ാമത്തെ വയസ്സാണ്. പക്ഷേ എന്റെ മകന് പ്രായം 12. എന്നാൽ എന്റെ കൂടെ പഠിച്ച ഹിന്ദുക്കളുടെയൊക്കെ മക്കളുടെ +1, അതായത് 16, 17, 18 വയസ്സുള്ള മക്കളുള്ളവരും എന്റെ കൂടെ പഠിച്ചവരുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ജാതിക്ക് അതീതമായും ജാതകത്തിന് അതീതമായും വിവാഹങ്ങൾ നടക്കണം എന്ന് ശശികല ടീച്ചർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ടീച്ചർ ചോദിക്കുന്നുണ്ട്, ഇനി ശ്രീനാരായണ ഗുരു വരണോ? ചട്ടമ്പി സ്വാമികൾ വരണോ? മന്നത്ത് പത്മനാഭൻ വരണോ? ഇനി ഈ ജാതി വ്യവസ്ഥ ഇവിടുന്ന് മാറാനായിട്ട്? ജാതി വ്യവസ്ഥ മീൻസ് പറയുമ്പോൾ നിങ്ങൾ എന്നെ മതം മാറ്റി കല്യാണം കഴിക്കുന്നതാക്കരുത്. ഈ ഹിന്ദുക്കളിൽ തന്നെയുള്ള മേൽക്കോയ്മയും താഴ്ക്കോയ്മയും അതുപോലെ തന്നെ ജാതി 10-7 പൊരുത്തം 8 പൊരുത്തം ടീച്ചർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് വേണം? ജാതക പൊരുത്തം നോക്കുമ്പോൾ ഡിവോഴ്സ് നടക്കും എന്നുള്ള രീതിയിലാണ് ഈ പൊരുത്തം നോക്കി കല്യാണം നടത്തുന്നത്. അപ്പൊ 10-8 പൊരുത്തം 10-10 പൊരുത്തം ഉള്ളിടത്ത് ഡിവോഴ്സുകൾ നടക്കുന്നില്ലേ? ടീച്ചർ പറഞ്ഞതിനോട് 100% എനിക്ക് യോജിപ്പാണ്. കാരണം എന്റെ നേരിട്ട് അറിയാവുന്ന 3-4 സുഹൃത്തുക്കളുണ്ട് വിവാഹം കഴിക്കാതെ ഇപ്പോഴും നിൽക്കുന്നത്. കാരണം ജാതകം ചേരുന്നില്ല, ജാതകം അങ്ങോട്ട് ഒത്തുവരുന്നില്ല, ഒരിടത്തും പൊരുത്തം ഒത്തുവരുന്നില്ല, ചിലയിടത്ത് വേറെ പല പ്രശ്നങ്ങൾ, ചൊവ്വാദശ, അങ്ങനെ ഇങ്ങനെ നിന്ന് 37-38 വയസ്സായ എന്റെ സുഹൃത്തുക്കൾ, സുഹൃത്തുക്കളാണ് കേട്ടോ, കല്യാണം നടന്നിട്ടില്ല. അപ്പൊ ഈ പറയുന്നത് പോലെ ടീച്ചർ പറയുന്നത് പോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങോട്ട് പോയി കാണുന്നു, പെണ്ണ് കാണുന്നു, ഇഷ്ടപ്പെട്ട കൊടുക്കൽ വാങ്ങലുകളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അന്നേരം നിക്കാഹ് നടത്തി കല്യാണം കൊടുത്ത് കഴിച്ച് വിടുകയാണ്. പിന്നെ ടീച്ചറെ ഒരു തലമുറ നഷ്ടമാകുന്നതിന്റെ പ്രശ്നം, ഞാൻ ഒരു കാര്യം പറയുന്നതിനുണ്ട് ടീച്ചറിന് വേറൊന്നും തോന്നരുത്. ഈ തലമുറ മറ്റ് സമുദായക്കാർ വളരുന്നതും അല്ലെങ്കിൽ മറ്റ് സമുദായത്തിലുള്ളവർക്ക് മക്കളുണ്ടാകുന്നതും പിന്നെ പന്നി വെറുന്നത് പോലെ മക്കളെ പെറ്റു കൂട്ടുന്നതും ഒക്കെ നോക്കി വിഷമിച്ചിരിക്കാതെ 25 വയസ്സിനകം അല്ലെങ്കിൽ ഒരു 30 വയസ്സിനകം സമുദായത്തിലുള്ളൊരു പെൺകുട്ടിയെ തേടിപ്പിടിച്ച് കല്യാണം കഴിപ്പിച്ച് അവിടെ തലമുറ ഉണ്ടാക്കാൻ നോക്കണം.
അതെങ്ങനെയാ? ഇത് മറ്റു സമുദായത്തിൽ പന്നി പിറന്നതുപോലെ മക്കളുണ്ടാവുന്നത് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ പൊന്നു ടീച്ചറെ, സ്വന്തം സമുദായത്തിൽ പിള്ളേരുണ്ടാകുമോ? അല്ലെങ്കിൽ ആ സമുദായത്തിന് വളരാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും നടപടികളും ഉണ്ടാകണം. അല്ലാതെ മുസ്ലിം സമുദായക്കാർ വളരുന്നു, മുസ്ലിം സമുദായക്കാർ അത് ചെയ്യുന്നു, മുസ്ലിം സമുദായക്കാർ ഇത് ചെയ്യുന്നു, മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് അതുണ്ടാവുന്നു, മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് മക്കൾ കൂടുതൽ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞ് വേദനിച്ചുകൊണ്ടിരിക്കുന്ന സമയം മതിയല്ലോ. ആ സമയം മതിയല്ലോ വീട്ടിലേക്ക് പോയി സ്വന്തം കുടുംബത്തെ കാര്യങ്ങൾ നോക്കി അവിടെയുള്ള മക്കളെ കല്യാണം കഴിപ്പിച്ച് അവരുടെ കുടുംബജീവിതവും സുഖമായിട്ട് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും മക്കളുണ്ടാവും, എല്ലാവർക്കും ഇവിടെ തലമുറകൾ ഉണ്ടാവും. അത് വളരെ ഫാസ്റ്റ് ആയിട്ടുണ്ടാവണമെങ്കിൽ അത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. ഈ പറഞ്ഞ ജാതി വ്യവസ്ഥയും ജാതക വ്യവസ്ഥയിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ച് പുരോഗമനപരമായിട്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയ ടീച്ചർ പറഞ്ഞതുപോലെ വളരെ വേഗം തന്നെ തലമുറകൾ ഇവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും കേട്ടോ ടീച്ചറെ. ടീച്ചറുടെ എന്താ പറയുന്നത്, വർഗീയപരമായ പ്രസംഗങ്ങളോട് മാത്രമാണ് എനിക്ക് വിയോജിപ്പുള്ളത്. ടീച്ചറോട് വളരെ ബഹുമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യം, ഈ മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് കത്ത് കൊടുക്കുമ്പോൾ മാത്രം തിരിച്ചു വിളിച്ച കാര്യമാണ് പറയുന്നത്. എന്റെ കൂടെ +1 പഠിച്ചൊരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. +1, അതായത് +1 പഠിച്ചപ്പോൾ കല്യാണം ഉറപ്പിച്ചു വെച്ചു, +2 അങ്ങോട്ട് പരീക്ഷ തീർന്നതും കല്യാണവും നടന്നു. പക്ഷെ എന്റെ കല്യാണം നടന്നത് 23 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഒരു തലമുറയിലുള്ളവർ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുള്ള ആക്ഷേപഹാസ്യങ്ങൾ തന്നെ തെറ്റാണ്. ആ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മതി ഈ സമുദായത്തിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട്. മറ്റ് സമുദായക്കാർ വളരുന്നതും അവർ കല്യാണം കഴിക്കുന്നതും അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നതും അവരുടെ കുടുംബം വികസിക്കുന്നതും അവരുടെ കുടുംബത്ത് ഉയർച്ച ഉണ്ടാകുന്നതും നോക്കി ഇങ്ങനെ വിദ്വേഷവും പറഞ്ഞ് വിഷമിച്ച് താടിക്ക് കയ്യും കൊടുത്തിരുന്നു കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്ത് വളർച്ച ഉണ്ടാവുമോ? സ്വന്തം കുടുംബം വളരണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഇറങ്ങി തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ മുന്നിട്ടിറങ്ങി അതിന്റെ ചിന്തകൾ നടത്തണം, തീരുമാനങ്ങൾ നടത്തണം. ഈ പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുദേവനോ പിന്നെ ചട്ടമ്പി സ്വാമികളോ ഒന്നും ഇനി ഉയർത്തെഴുന്നേറ്റ് വരത്തില്ല. അവരൊക്കെ ഇവിടെ വന്ന് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഈ വ്യവസ്ഥകളെല്ലാം അവസാനിപ്പിക്കുകയും പുരോഗമനപരമായ നവോത്ഥാനത്തിലൂടെ നമ്മുടെ സമൂഹത്തെ മുഴുവൻ ഉദ്ധരിക്കുകയും ചെയ്തവരാണ്. ടീച്ചർ പറയുന്ന ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുക. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിലുള്ള ആളെ കല്യാണം വിളിക്കാൻ പോയ കഥ മാത്രം ടീച്ചർ പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ എന്റെ കല്യാണം വിളിക്കാൻ പോകുമ്പോൾ എന്റെ കൂടെ +2 പഠിച്ച അവളുടെ മോനോ 4-5 വയസ്സായിട്ടുണ്ട് കേട്ടോ ടീച്ചറെ. താങ്ക് യു.